നിങ്ങൾ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ പ്രോപ്പറായിട്ട് വ്യൂസോ ക്ലിക്കോ ഒന്നും കിട്ടുന്നില്ല. സോ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ തംബ്നെയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു പ്രൊഫഷണൽ തംബ്നെയിൽ ഡിസൈൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ വെൽക്കം ടു അഖിൽ ഡിസൈൻ. ആദ്യം തന്നെ നമുക്ക് ഒരു കൺസെപ്റ്റ് പ്ലാൻ ചെയ്യാനുണ്ട്. കാരണം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹൗ ടു സേവ് മണി എന്നൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു തംബ്നെയിൽ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം, അപ്പം അത് നമുക്ക് ആദ്യം കുറച്ച് റീസെർച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഇത് ആൾക്കാർ കാണണമല്ലോ, ക്ലിക്ക് ചെയ്യണമല്ലോ. സോ ബേസിക്കലി ഞാനിവിടെ ടൈപ്പ് ചെയ്യും ഹൗ ടു സേവ് മണി, ദിസ് ഇസ് മൈ നെക്സ്റ്റ് വീഡിയോ. സോ ഇതിൽ അപ്പം 7 ഡിസൈൻ ഐഡിയാസാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് അടുത്തതായിട്ട് റീസെർച്ച് ചെയ്യാൻ പോകണം. അടുത്തതായിട്ട് നിങ്ങളിനി ചെയ്യാൻ പോകുന്നത് ഒരു കോമ്പറ്റേറ്റീവ് അനാലിസിസ് നടത്തുക എന്നുള്ളതാണ്. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഹൗ ടു സേവ് മണി എന്നുള്ളത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് പല ചാനൽസ് യൂസ് ചെയ്തിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് വ്യൂ ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതായിരിക്കാം ഒരുപക്ഷെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ക്ലിക്ക് ചെയ്തിട്ടുള്ള തംബ്നെയിൽ. സോ അത് നമ്മൾ റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് നമ്മളുടെ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് രീതിയിൽ, അതായത് അവരെക്കാളും ഒരു പിടി മുന്നിൽ നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈൻസ് നമുക്ക് കോമ്പറ്റേറ്റീവ് അനാലിസിസിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. സോ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ന്യൂ ഡോക്യുമെൻ്റ് എന്നുള്ള ഫയൽ വരും. സോ ഫയൽ എന്ന് പറയുന്നത് നമ്മളുടെ തംബ്നെയിലിൻ്റെ സൈസ് വിഡ്ത്ത് 1280 അതുപോലെ തന്നെ ഹൈറ്റ് 720 സോ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു സൈസിലായിരിക്കും നമ്മൾ തംബ്നെയിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ റെസൊല്യൂഷൻ നമുക്ക് 300 72 കൊടുക്കാം. അതുപോലെ തന്നെ കളർ മോഡ് RGB കളറാക്കാൻ ശ്രദ്ധിക്കുക. സോ അതിനുശേഷം നമ്മൾ തംബ്നെയിലിൻ്റെ പേര് കൊടുക്കണം. ഇനി നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. സോ അപ്പോൾ നമ്മുടെ ഫയൽസ് ഒക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രീ പിക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഗ്രേഡിയൻ കേൾ ഒരു എഫക്റ്റ് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിലേക്ക് ഞാനിനി ഇത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു എനിക്ക് ഗ്രിഡ് എഫക്റ്റ് ഇവിടെ കൊടുത്താൽ കൊള്ളാവുന്നുണ്ട്. നമുക്ക് ആ ഒരു ടെക്സ്ചർ ഫോം കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഞാനിവിടെ ഗ്രിഡ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു ഓവർലേ മൾട്ടിപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഞാനൊരു ഏകദേശം ഒരു 80% ഒപ്പാസിറ്റിയും കൂടെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഓക്കെ ആയി. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ എനിക്കൊരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് എനിക്കിവിടെ കൊടുക്കാനുണ്ട്. അപ്പം ഞാനത് ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളൊരു ഈ കാണുന്ന കളർ കോഡാണ് ഞാൻ ബേസിക്കലി ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രേഡിയൻറ്റും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി കുറച്ചും കൂടി ഒരു കളർ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രേഡിയൻറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ എഗെയിൻ ഒരു മൾട്ടിപ്ലൈ കൊടുക്കുന്നു. എന്നിട്ടും ഞാൻ അത് ഏകദേശം ഒരു 80-70 എന്നുള്ള ആ ഒരു റേഞ്ച് നമുക്ക് ഇത്രയും മതിയാവും. നമുക്കൊരു 55 ബെറ്റർ. അപ്പോൾ 55 നമുക്ക് മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു AI ജനറേറ്റഡ് ഇമേജ് ഞാൻ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. ഇതൊരു AI ജനറേറ്റഡ് ഇമേജാണ്. ഞാൻ ഫ്രീ പിക്ക് AI ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇനി ഇതിലേക്ക് എനിക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ്. പക്ഷേ അതിന് മുന്നേ എനിക്ക് വേറെ ചില പരിപാടികൾ അത് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഇനി എനിക്ക് ഒരു HDR എഫക്റ്റ് ഇതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇമേജിൽ പോകുന്നു, അഡ്ജസ്റ്റ്മെൻറ്റ്, എന്നിട്ട് ഞാനിവിടെ HDR ടോണിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അന്നേരം നമ്മളിവിടെ ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഉള്ള ഒരു HDR എഫക്റ്റ് എനിക്ക് അതിനകത്ത് വരണം. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ HDR എഫക്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം എനിക്ക് ഇത് എഗെയിൻ നമുക്കിത് ഒരു കോപ്പി എടുത്തിട്ട് നമുക്ക് പ്രോപ്പർട്ടീസിൽ പോകുന്നു, നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് സെറ്റായിട്ട് റിമൂവ് ചെയ്ത് കിട്ടും. എന്നിട്ട് നമ്മുടെ തംബ്നെയിൽ ഡിസൈനിലേക്ക് വരുന്നു. അപ്പോൾ ബാക്കി കിടക്കുന്ന അത് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഫൈൻ. സോ ഇനി എനിക്ക് ഈ ഒരു ഇമേജ് കുറച്ചും കൂടെ ഒരു കളർ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനവിടെ കർവ് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. Ctrl+M നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം അതിന് ഞാൻ ക്ലിപ്പിംഗ് മാസ്കും കൂടെ കൊടുത്തിട്ട് എനിക്ക് ആ ഇമേജ് മാത്രം കറക്റ്റ് ആക്കിയാൽ മതി. ഞാൻ ഈ ലെവലും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതും ഞാനൊരു ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മൂന്നും കൂടെ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക്
ഇനി ഇതിനകത്ത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഓപ്ഷനിൽ പോയിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റോ എന്തെങ്കിലും അപ്ഡേറ്റോ ചെയ്യാം, നമുക്ക് ചെയ്യാം. അപ്പം ഇതിനകത്ത് നമുക്ക് പണിയേണ്ട കാര്യമില്ല. ഞാൻ ഇതും നമ്മളൊന്ന് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് ഇമേജ് സെറ്റായിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ടെക്സ്റ്റിന് മുന്നേ ഞാനിവിടെ ഒരു എടുത്തിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒരു സൈഡ് ഇമോഷണലി ഡൗൺ ആയിട്ടും മറ്റേ സൈഡ് ഇമോഷണലി ഹാപ്പി ആയിട്ടും നിൽക്കുന്ന ഒരു ഇമേജസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു റെഡ് കളർ റെക്റ്റാങ്കിൾ ഞാനിവിടെ കൊടുക്കുന്നു. ഇത് രണ്ടും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഞാനൊരു ഗ്രേഡിയൻറ്റ് റെഡ് കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് ഗ്രേഡിയൻറ്റ് ഓവർലേ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു റെഡ് കളർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം രീതിയിലുള്ള ഒരു റെഡ് കളർസോ അല്ലെങ്കിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങളുടേതായ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കളേഴ്സാണ് ഞാനിവിടെ റൈറ്റ് സൈഡിലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ ഞാൻ കുറച്ചും കൂടെ ഒരു ഗ്രീനിഷ് ഗ്രേഡിയൻറ്റ് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അപ്പോൾ ഞാനിവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ കോഡ്, ഇതാണ് അടുത്ത കോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഇത് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ റെഡ് സൈഡിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് 0 to 10K, അതായത് 0 to 10K. അതായത് ഇപ്പം നമ്മളുടെ തംബ്നെയിൽ എന്ന് പറയുന്നത് ഹൗ ടു സേവ് മണി എന്നാണല്ലോ. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു ഇമോഷണൽ ഹുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡിൽ 0 ആയിരുന്നു, അതേസമയം അപ്പുറത്തെ സൈഡിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു വരുമാനം അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങി. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഞാനിവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ 0 എന്നുള്ളത് ഞാൻ കോപ്പി ചെയ്യുന്നു, 0 റുപ്പി എന്നുള്ളത് ഞാൻ കോപ്പി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതൊന്ന് അലൈൻമെൻറ്റ് കറക്റ്റ് ഒന്നാക്കാം. പെർഫെക്റ്റ്, ഇത് ഓക്കെയാണ്. അപ്പം ഇനി ഇതിലേക്ക് ഞാനൊരു അതായത് ഈ 0 എന്നുള്ളത് റെഡിൻ്റെ മുകളിലേക്കും 10K എന്നുള്ളത് ഞാൻ ഗ്രീനിൻ്റെ മുകളിലേക്കും ഞാനൊന്ന് ആക്കിയാണ്. എന്നിട്ട് ഞാനിതിനെ നമ്മുടെ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. കാരണം എനിക്ക് ഇതിനകത്ത് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. സോ അപ്പോൾ ഞാൻ അത് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുത്തു. ജസ്റ്റ് ഒന്ന് പേര് മാറ്റാം, 10K. അപ്പോൾ ഇനി ഞാൻ ഇത് സെലക്ട് ചെയ്തു, Ctrl+T ഞാൻ പ്രസ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസ്പെക്റ്റീവായിട്ട് നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിനെ നമുക്കൊരു പെർസ്പെക്റ്റീവ് ഫോമിലേക്ക് നമുക്കിത് എത്തിക്കാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു പ്ലെയിൻ അല്ലാതെ ഒരു 3D എഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു പെർസ്പെക്റ്റീവായിട്ടുള്ളൊരു ഒരു ഇമേജ് അവിടെ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതും നമുക്ക് പെർസ്പെക്റ്റീവിലേക്ക് ആക്കണം. ഇതും അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്കൊരു എഡിറ്റ് നടത്താനുണ്ട്. അപ്പോൾ ഞാനത് സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് 10K എന്നുള്ളത് ഞാൻ കുറച്ച് ഒരു ഔട്ടർ ഗ്ലോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വൈറ്റ് തന്നെ നമുക്കൊരു ഓവർലേ കൊടുക്കാം. അതോടൊപ്പം തന്നെ ഗ്രേഡിയൻറ്റ് കളർ ഒരു വൈറ്റ് ഫോണ്ടിനും കൂടെ നമുക്കൊന്ന് മാറ്റം വരുത്താനുണ്ട്. ഓക്കെ, 46 ഇസ് ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു മാറ്റം അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 0യും കൂടെ നമുക്കൊന്ന് മാറ്റം കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോകുന്നു. നമ്മളവിടെ വീണ്ടും ഗ്രേഡിയൻ്റ് ഓവർലേ അത് ഓട്ടോമാറ്റിക് സെലക്റ്റായി. ഔട്ടർ ഗ്ലോ എന്നുള്ളത് നമുക്കവിടെ ഒരു വൈറ്റ്. ഓക്കെ, ഇതും നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിനൊരു ഒരു ജീവൻ വെച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നമുക്ക് ഈ റെഡിനും കൂടെ നമുക്കൊരു ഇത് നമുക്ക് കൊടുക്കാം. നമുക്ക് ഔട്ടർ ഗ്ലോ എന്നുള്ളത് അത് റെഡ് തന്നെ ആയിക്കോട്ടെ, ഒരു 50. 100 ഇസ് ഫൈൻ. ഗ്രീനിലും അതുപോലൊരു നമ്മളൊരു ഔട്ടർ ഗ്ലോ കൊടുക്കുന്നു. പെർഫെക്റ്റ്. ടെക്സ്റ്റ് കൂടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തൊരു ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ടോപ്പിലേക്കാക്കിയിട്ട് നമുക്കൊരു ലെയർ എടുക്കാം. അപ്പോൾ ലെയർ എടുത്തിട്ട് നമുക്കൊന്ന് മാസ്ക് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെയർ മാസ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബോട്ടം പോർഷൻ നമുക്ക് അത്രയും വേണ്ട, നമുക്കൊരു ഒപ്പാസിറ്റി ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു ടെക്സ്റ്റ് എഫക്റ്റ് നമ്മളിവിടെ കൊടുക്കുകയാണ്. സോ ടെക്സ്റ്റ് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോപ്പ് ബീയിങ് ബ്രോക്ക്. അപ്പോൾ ഇതിനകത്ത് സ്റ്റോപ്പ് ബീയിങ് ആണ് ഞാനിപ്പോൾ ആദ്യം കോപ്പി ചെയ്യുന്നത്. ബ്രോക്ക് ഞാനൊരു വേറൊരു കളർ കൊടുക്കാൻ
ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ബീയിങ് എന്നുള്ളത് ഇച്ചിരി ഹൈലൈറ്റഡ് ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു. ഇതൊരു 30 അത് ഞാൻ ഒന്ന് കോപ്പി ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ബ്രോക്ക് എന്നുള്ളത് വേറെ എഴുതുന്നു. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. 0 to 10K എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റോപ്പ് ബീയിങ് ബ്രോക്ക് എന്നുള്ളത് ഞാനൊന്ന് അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനകത്ത് ബ്രോക്ക് എന്നുള്ളതിൻ്റെ കളർ ഞാനൊന്ന് മാറ്റുകയാണ്. അത് വീണ്ടും നമ്മൾ ഗ്രേഡിയൻറ്റ് കളർ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു റെഡ് കളർ, നമ്മൾ മുമ്പേ കൊടുത്തൊരു റെഡ് കളർ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇത്രയും മതി. എന്നിട്ട് അതിലേക്കൊരു ഔട്ടർ ഗ്ലോ കൊടുക്കണം. അത് ഞാൻ റെഡ് കളർ കൊടുക്കുകയാണ്. ഒരു വിസിബിലിറ്റി ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇച്ചിരി ഫൈൻ, ഇച്ചിരി ഒരു ഡാർക്ക് റെഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വിസിബിലിറ്റി കുറച്ചും കൂടി വിസിബിളാവും. അപ്പോൾ ഒരു പ്രശ്നമില്ല. ബ്ലെൻഡിങ് ഓപ്ഷനും കൂടെ കൊടുത്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷനിൽ ബിവൽ ആൻഡ് എംബോസ് എന്നുള്ളത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു എഫക്റ്റ് അതിൽ കിട്ടും. നമുക്ക് ഇച്ചിരി സോഫ്റ്റ് ആക്കണം. ഓക്കെ, സോഫ്റ്റ് ബീങ്ങിൻ്റെയും കളർ നമ്മളൊന്ന് മാറ്റുകയാണ്. അത് നമ്മൾ വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുകയാണ്, കാരണം എനിക്കതിലേക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ ഗ്രേഡിന് കൊടുത്താൽ മതി, പക്ഷേ ഇതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് നമുക്ക് ഒരു ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒപ്പാസിറ്റി 30 ഇവിടെ സേവ് ചെയ്യുന്നു. ഇതും നമുക്ക് ചെറിയൊരു ഗ്ലോ കൊടുക്കാനുണ്ട്. നമുക്ക് ഇത്രയും ഗ്ലോ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി മാത്രം നമുക്ക് ബ്രോക്ക് കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബ്രോക്ക് എന്നുള്ളത് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഞാൻ തംബ്നെയിലിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു. സോ ബേസിക്കലി ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആൾക്കാരെ കൂടുതലായിട്ടും അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇമോഷണലായിട്ട് ബേസ് ചെയ്തിട്ടാണ്. സോ ഇതാണ് ബേസിക്കലി ഞാനൊരു തംബ്നെയിൽ ഡിസൈൻ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തത്. സോ ഇത് ഞാൻ കൂടുതലും ഒരു ഇമോഷണൽ ഫോക്കസ് ആയിട്ടാണ് ഞാൻ ഈ തംബ്നെയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ആൾക്കാർ ക്ലിക്ക് ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഇമോഷണൽ. അപ്പം ഇതിനകത്ത് നമുക്കൊന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബേസിക്കലി ഞാനിവിടെ ഒരു ഫേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈലൈറ്റ് ആയിട്ട് കുറച്ച് ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. അപ്പം അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ ഇത്തരം ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.